ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് റവ ലഡുവിൻ്റെ റെസിപ്പിയാണ്. നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് റവ ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സാണ്, നല്ലൊരു സ്വീറ്റാണ്. രാവിലെ ചായയുടെ കൂടെയും കുട്ടിക്ക് ടിഫിനിൽ കൊണ്ടുപോകാനും ഒരു ഈവനിങ് സ്നാക്സായിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: നെയ്യ്, അണ്ടിപ്പരിപ്പ്, റവ, വെളുത്ത എള്ള്, പഞ്ചസാര പൊടിച്ചത്, ചിരകിയ തേങ്ങ, ഏലക്കായ. ഇത്രയും സാധനങ്ങളും പിന്നെ കുറച്ച് പാലും കൂടെയാണ് ഇതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ നല്ല അടി കട്ടിയുള്ള ചീനച്ചട്ടി ചൂടാക്കി ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ വേണം ഇതിന്. ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ട് അതിലോട്ട് അണ്ടിപ്പരിപ്പ് പൊട്ടിച്ചത് ഇട്ടിട്ട് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പം നമുക്ക് ഈ 2 കപ്പ് റവ അതിലോട്ട് ഇട്ട് കൊടുക്കാം. റവ നന്നായിട്ട് ഇളക്കുക. ഇളക്കി ഒരു ഏകദേശം അതിൻ്റെ പരുവെന്ന് പറയുന്നത് റവ നന്നായിട്ടൊരു മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. പിന്നെ ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡിലോട്ട് തുടങ്ങുന്ന പോലെ നമുക്ക് തോന്നും. നമ്മൾ റവ നന്നായിട്ട് ഇളക്കി അതിൻ്റെ കൂടെ നമുക്ക് വെളുത്ത എള്ളും ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ ഇളക്കി മൂത്ത് വരുമ്പോൾ നമുക്ക് ചിരകിയ തേങ്ങ, 1/2 കപ്പ് ചിരകിയ തേങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ 2 കപ്പ് റവക്കാണ് 1/2 കപ്പ് തേങ്ങ, 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി പഞ്ചസാര ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടും ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഗ്യാസിൻ്റെ തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ജസ്റ്റ് കുറച്ചൊന്ന് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. ജസ്റ്റ് അതിൻ്റെ നല്ല ചൂടൊന്ന് മാറുന്നിടം വരെ. എന്നിട്ട് നമ്മൾ കുറേശ്ശെ പാല് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഉരുട്ടി എടുക്കുക. പാൽ അധികം ഒഴിക്കരുത്. റവയുടെ ഈ കൂട്ടിൻ്റെ ഓരോ ഭാഗത്തായിട്ട് കുറേശ്ശെ 3-4 ടേബിൾ സ്പൂൺ പാലായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഉരുട്ടേണ്ട പരുവം കിട്ടുന്നിടം വരെ പാലൊഴിച്ച് മിക്സ് ചെയ്ത് എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഉരുട്ടി നമുക്ക് നല്ല ടേസ്റ്റിയുള്ള ലഡു ഉണ്ടാക്കാം. പിന്നെ ഇതിൽ കിസ്മിസ്, ബദാം പൊടിച്ചത്, എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇടാം. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ച വരെ നമുക്ക് കേടാകാണ്ടിരിക്കും. നല്ല എയർ ടൈറ്റുള്ള നല്ല ഒരു ഡബ്ബയിലിട്ട് അടച്ച് വെച്ചാൽ മതി. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കേരളത്തിൻ്റെ പഴയ ട്രഡീഷണൽ ഒരു സ്നാക്സാണ്. വേറെ എക്സ്ട്രാ വെളിയിലുള്ള ഒരു ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സുലഭമായി കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ഒരു പ്രിസർവേറ്റീവും ചേർക്കാത്ത നല്ല ധൈര്യമായിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. മധുരമാണ്, അതുകൊണ്ട് ഒരു ദിവസം ഒരു ലഡു വെച്ചിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുത്താൽ മതി. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.